കഥ തുടരുന്നു. 3 മാസങ്ങൾക്ക് 3 യുഗങ്ങളുടെ ദൈർഘ്യം തോന്നിപ്പിച്ചു. ഇതിനിടയിൽ ഗ്രേസി ആന്റിയുടെ വീട്ടിലെ നിത്യസന്ദർശകനായി മാറിയിരുന്നു കുട്ടൻ. എന്തിനും ഏതിനും അവർക്കവൻ വേണം. സഹോദര നിർവിശേഷമായ പെരുമാറ്റം കൊണ്ടാവാം 2 കുട്ടികളും അവനെ സ്നേഹിച്ചു തുടങ്ങി. പഠിപ്പിനോടുള്ള താല്പര്യം കുറഞ്ഞു തുടങ്ങി. നാട്ടിലേക്കുള്ള യാത്രയാണ് മനസ്സ് നിറയെ. നീണ്ട 3 വർഷങ്ങൾക്കു ശേഷമുള്ള സന്ദർശനം. അതെങ്ങനെയായിരിക്കും? കഴിഞ്ഞ 2 അവധിക്ക് നാട്ടിൽ പോകാൻ തോന്നിയതേയില്ലല്ലോ എന്നിപ്പോൾ അതിശയിക്കുകയാണ് കുട്ടൻ. നാട്ടിലേക്കുള്ള യാത്രയുടെ ഒരുക്കത്തിലായിരുന്നു 1 മാസം മുൻപ് മുതൽ. ഇതിനിടയിൽ അമ്മയുടെ ഒരു കത്ത് അവന് കിട്ടിയിരുന്നു. അതിൽ വിശദമായി എല്ലാം ശാരദ എഴുതിയിരുന്നു. കുറച്ച് വടക്കുള്ള ഒരു പെൺകുട്ടിയെ പോയി കണ്ടു. 3-4 കുട്ടികളെയൊക്കെ കണ്ടതിൽ വെച്ച് ഇഷ്ടപ്പെട്ടത് ആ കുട്ടിയാണത്രേ. കാഴ്ചയ്ക്ക് തരക്കേടില്ല. വലിയ സാമ്പത്തിക ചുറ്റുപാടൊന്നും പറയാനില്ല. ജാതകത്തിലൊന്നും വിശ്വാസം പോരാ അമ്മയ്ക്ക്. സ്വന്തം ജീവിതാനുഭവമാണ് അമ്മയെ അത്തരമൊരു അവസ്ഥയിലെത്തിച്ചത്. അതുകൊണ്ട് അത് ഒത്തുനോക്കിയില്ല. പേര് ലക്ഷ്മി. ആ പേര് അമ്മയ്ക്ക് വല്ലാതെ അങ്ങ് ബോധിച്ചു അത്രേ. പേര് പോലെ ഐശ്വര്യമുള്ള കുട്ടിയെന്നാണ് അമ്മ വിശേഷിപ്പിച്ചത്. കത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ഫോട്ടോ കണ്ടപ്പോൾ തനിക്കും അങ്ങനെ തോന്നിയിരുന്നെന്ന് അവൻ ഓർത്തു. വീണ്ടും ഫോട്ടോ തപ്പിയെടുത്തു ഒന്നുകൂടി അതിലേക്ക് നോക്കി. ഇക്കാലം വരെ അമ്മയുടെയോ മുത്തച്ഛൻ്റെയോ അഭാവം അവന് അലട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നാട്ടിൽ പോകണമെന്ന് തീരുമാനിച്ച നിമിഷം മുതൽ അവരെയൊക്കെ കാണാൻ ആശ തോന്നുകയാണ്. രവിയെ കാണണം. ഒരാഴ്ചയെങ്കിലും അവനുമായി ചുറ്റിയടിക്കണം. കണക്കുകൂട്ടലുകൾ വളരെ പലതായിരുന്നു. ട്രാവൽസിൽ പോയി ടിക്കറ്റ് വാങ്ങി വരുമ്പോഴാണ് കുട്ടൻ ഓർത്തത്, ഇക്കഴിഞ്ഞ 1 മാസമായിട്ട് ഗ്രേസി ആൻറ്റിയുടെയും കുട്ടികളുടെയും ഒരു വിവരവും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന് ഫോൺ ചെയ്യുക പോലും ഉണ്ടായില്ലല്ലോ എന്നവൻ അത്ഭുതത്തോടെ ഓർത്തു. നാട്ടിൽ പോകുന്ന വിവരം താൻ സൂചിപ്പിച്ചിരുന്നതാണല്ലോ. തിരക്കുകൾക്കിടയിൽ അങ്ങോട്ട് വിളിക്കാൻ മറന്നാലും ആൻറ്റിക്കോ മോൾക്കോ ഇങ്ങോട്ടൊന്ന് വിളിക്കാമായിരുന്നു. ഉള്ളിൽ തോന്നിയ പരിഭവം നിസ്സാരമാക്കി കളഞ്ഞവൻ ഏറ്റെടുത്ത പണി പൂർത്തിയാക്കാനും പുതിയതായി വന്നത് മറ്റുള്ള സഹപ്രവർത്തകർക്ക് കൈമാറി ഏൽപ്പിച്ചു കൊടുക്കാനും നാട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും മറ്റുമായി വളരെയധികം തിരക്കായി പോയിരുന്നു. എങ്കിലും ഒരു മധുരമുള്ള നൊമ്പരം പോലെ ഇന്ദു മനസ്സിലേക്ക് കുസൃതിയോടെ കടന്നു വരുമായിരുന്നു. അതുപക്ഷെ മുൻപുണ്ടായിരുന്ന വികാരമല്ല അവനിൽ ജനിപ്പിച്ചതെന്ന് മാത്രം. അവളും തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവസാനം കണ്ടപ്പോൾ അതാ മുഖത്തു നിന്നും തനിക്ക് വായിക്കാനായി. ഇടയ്ക്ക് എപ്പോഴോ ഏട്ട എന്ന് വിളിക്കുകയും ഉണ്ടായി. ഓർത്തപ്പോൾ കുട്ടന് രോമാഞ്ചമുണ്ടായി. പുഞ്ചിരിച്ചു കൊണ്ട് ഓർത്തു, തനിക്കൊരു അനുജത്തിയും അനുജനും. ഓർക്കപ്പുറത്ത് വളരെ പെട്ടെന്ന് താൻ സനാതനായിരിക്കുന്നു. ഇതാണോ നിമിത്തം എന്ന് പറയുന്നത്? പെട്ടിയെല്ലാം തയ്യാറാക്കി വച്ചു. തൻ്റെ പെണ്ണിനുള്ള ചില വിശേഷപ്പെട്ട സമ്മാനങ്ങൾ ഭദ്രമായി പൊതിഞ്ഞ് പ്രത്യേകം മാറ്റിവെച്ചു. അതിൽ വിവാഹത്തിന് അണിയിക്കാൻ കനമുള്ളൊരു താലിമാലയും കരുതി വെച്ചു. ഫോട്ടോ എടുത്ത് വീണ്ടും അതിലേക്ക് നോക്കി മന്ത്രിച്ചു. ഞാനിതാ വരുന്നു പെണ്ണെ, നിന്നെ കാണാൻ. ഒരുങ്ങിയിരുന്നോ? ഏതായാലും അടുത്ത ആഴ്ച പോവുകയല്ലേ. നാളെ ഗ്രേസി ആൻറ്റിയുടെ ഫ്ലാറ്റിലേക്കൊന്ന് പോകണം. എല്ലാവരോടും യാത്ര പറയണം. കൂട്ടത്തിൽ തൻ്റെ ഭാവി വധുവിൻ്റെ ഫോട്ടോയും കാണിച്ചു കൊടുക്കാം. അവർ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ആ ഫോട്ടോ. ആ തീരുമാനത്തോടെയാണ് കുട്ടൻ ഉറങ്ങാൻ കിടന്നത്. ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിടാൻ തുടങ്ങുകയായിരുന്നു. ഏതാണ്ട് അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഫോണിൻ്റെ നിലയ്ക്കാത്ത നാദം നിദ്രയ്ക്ക് ഭംഗം വരുത്തി. ഞെട്ടി ഉണർന്നവൻ. ആ സമയത്തുള്ള ഫോൺ വിളികൾ അശുഭവാർത്തയും കൊണ്ടാണ് വരിക എന്നൊരു വിശ്വാസം രൂഢമൂലമായി ഏവരെയും പോലെ കുട്ടൻ്റെ ഉള്ളിലും അടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. പരിഭ്രാന്തിയോടെ ഓടിച്ചെന്ന് ഫോൺ എടുത്തു. നാട്ടിൽ നിന്നാവും എന്നാണ് ആദ്യം കരുതിയത്. അത്യാവശ്യ കാര്യങ്ങൾക്കോ അനിഷ്ട വൃത്താന്തങ്ങൾക്കോ ആവും മിക്കവാറും ഭയപ്പെടുത്തുന്ന അത്തരം വിളികൾ. അങ്ങേ തലയ്ക്കൽ ഇന്ദുവിൻ്റെ വിറയാർന്ന ശബ്ദം. ഏട്ടാ വിളിച്ചതും അവൾ പൊട്ടിപ്പിളർന്ന് കരഞ്ഞു. എന്താ മോളെ, എന്തു പറ്റി? അവൻ ചോദിച്ചു. ഏട്ടാ വീണ്ടും വിളിച്ചു. ഗദ്ഗതം കൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വരുന്നതേയില്ല. എന്താ കാര്യം? വേഗം പറ, കുട്ടൻ അക്ഷമനായി പറഞ്ഞു. ഒന്നിങ്ങോട്ട് ഓടി വരുമോ? കരഞ്ഞുകൊണ്ടാണ് ചോദ്യം. നീ കരയാതെ കാര്യം പറയുന്നു. ഒരു നിമിഷാർദ്ധം അവളുടെ മറുപടിക്കായി കാത്തിട്ട് അവൻ പറഞ്ഞു. ശരി, ഞാൻ വരാം. ദാ ഇപ്പോഴെത്തും. നീ ഫോൺ വെച്ചോ. അത്യാഹിതം എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് തീർച്ചയാണ്. എന്താവും കാര്യം? ഒരാപച്ഛങ്ക അവനെ വന്ന് വലയം ചെയ്തു നിന്നു. ഭാഗ്യത്തിന് പണി തീർന്നു കിടന്ന ഒരു വണ്ടിയും എടുത്താണ് ഇന്നലെ വന്നത്. ശരിയായോ എന്ന് നോക്കാൻ എടുത്തതാണ്. അത് റോഡരികിൽ തന്നെ കിടപ്പുണ്ട്. ഒരു സ്വപ്നാടകനെ പോലെ അവൻ അങ്ങോട്ട് നടന്നു. ആലോചനശേഷി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് മനസ്സിലായത് വണ്ടിയിൽ കയറാൻ ഭാവിക്കവേ അതിൻ്റെ താക്കോൽ എടുത്തില്ലല്ലോ എന്ന് ഓർത്തപ്പോഴാണ്. തിരികെ വീട്ടിലേക്ക് ഓടുകയായിരുന്നു. കീയുമായി വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പറപ്പിക്കുകയായിരുന്നു പിന്നീട് അവൻ. രാത്രിയുടെ 3-ാം യാമം പിന്നിട്ടിരിക്കുന്നു. റോഡ് മിക്കവാറും വിജനമാണ്. തിരക്കൊന്നുമില്ലായിരുന്നതിനാൽ 130 കിലോമീറ്റർ വേഗതയിൽ വണ്ടി ചവിട്ടി വിട്ടു. സ്ഥലത്തെത്തിയതും വണ്ടിയിട്ടിട്ട് ഓടിയാണ് ഫ്ലാറ്റിലേക്ക് കയറിയത്. വെപ്രാളവും പരവേശവും കൊണ്ട് കാലുകൾ മുന്നോട്ട് ചലിക്കുന്നില്ലെന്ന് തോന്നി. ഹൃദയം അത്യുച്ചത്തിൽ മിടിക്കുന്നുണ്ട്. ബെൽ അമർത്തേണ്ടി വന്നില്ല. പരിഭ്രമിച്ച മുഖവുമായി ഇളയ കുട്ടി വന്നു വാതിൽ തുറന്നു.
ചുവന്നു കലങ്ങിയ കണ്ണുകളുമായി ഇന്ദു വാതിൽക്ക് തന്നെ ഉണ്ടായിരുന്നു. അവളെ ആർദ്രതയോടെ ഒന്ന് നോക്കിയിട്ട് ധൃതിയിൽ അകത്തേക്ക് കടന്നു. അപ്പോൾ കണ്ടു, അല്പമകലെ ഹാളിലെ സോഫയിൽ കുനിഞ്ഞ മുഖത്തോടെ തലക്കിരുക്കൈകളും താങ്ങി ഒരു പ്രതിമ കണക്കെ ഗ്രേസി ആൻറ്റി ഇരിക്കുന്നു. അവരുടെ വസ്ത്രം മുഴുവൻ രക്തം പുരട്ടിരിക്കുന്നു. അയ്യോ, ഇതെന്താ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ഇന്ദുവിൻ്റെ മുറി തുറന്ന് കിടക്കുന്നത് കണ്ട് ഉള്ളിലേക്കൊന്ന് പാളി നോക്കി. ഒന്നേ നോക്കിയുള്ളൂ. ഞെട്ടിപ്പോയി. അവിടെ ഒരു മനുഷ്യൻ നിലത്ത് കമിഴ്ന്ന് കിടക്കുന്നു. തലയുടെ ഭാഗത്തായി ചുറ്റിലും ചോര തളം കെട്ടിക്കിടക്കുന്നു. അരുതാത്തത് എന്തോ നടന്നിരിക്കുന്നു, അവൻ ഊഹിച്ചു. ആൾ മരിച്ചു കിടക്കുകയാണോ എന്നേ അറിയേണ്ടിയിരുന്നുള്ളൂ. വേഗം നടന്നു ചെന്നു അടുത്തേക്ക്. തലയൽപ്പം ചരിച്ചു വച്ചാണ് കിടക്കുന്നത്. മൂക്കിൽ വിരൽ വെച്ച് നോക്കി. ഭാഗ്യം, നേരിയ ശ്വാസമുണ്ട്. ആൻറ്റി, ആളിൻ്റെ ജീവൻ പോയിട്ടില്ല. നമുക്ക് എത്രയും വേഗം ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അവൻ തിരിഞ്ഞ് ശബ്ദമടക്കി അവരോടായി പറഞ്ഞു. അവർ കേട്ട മട്ടില്ല, തലയുയർത്തിയതുമില്ല. നോക്കുമ്പോൾ അവർ ചെറുതായി വിറയ്ക്കുന്നുണ്ടെന്ന് തോന്നി. എന്താ എന്തോ, എന്താണിത്? ശരി, അതൊക്കെ പിന്നീട് പറയാം. നീ ആംബുലൻസിൽ വിളിക്ക് വേഗം. വിളിച്ചിട്ടുണ്ട്, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എന്താ ആൻറ്റി ഇതൊക്കെ? അവൻ ഗ്രേസി ആൻറ്റിയെ നോക്കി. അവർ ശീല പോലെ തറഞ്ഞിരിക്കുകയാണ്, ഒന്നും മിണ്ടാതെ. എന്താ മോളെ? തിരിഞ്ഞിട്ട് അവളോടായി വീണ്ടും. ഏട്ടാ, അച്ഛൻ. അവൾ ആ പദം ഉച്ചരിച്ചതും തലക്കിട്ട് ആരോ കുടം വെച്ച് ആഞ്ഞടിച്ചതുപോലെ കുട്ടൻ അടിമുടി ഉലഞ്ഞുപോയി. എന്താ? അവിശ്വസനീയമായതെന്തോ കേട്ടതുപോലെ വ്യക്തമായില്ലെന്ന മട്ടിൽ അവൻ ചോദിച്ചു. അച്ഛനാണത്. അവൾ അത് തന്നെ ആവർത്തിച്ചു. ചെവിയിൽ ഒരു വണ്ട് മൂളുന്നത് പോലെ അവന് തോന്നി. തലയ്ക്കുള്ളിൽ പെരുമ്പറ മുഴങ്ങുന്നു. അഗാധമായ കൊക്കയിലെ ഇരുണ്ട താഴ്വാരത്തിലേക്ക് തന്നെ താൻ സ്വയം എടുത്തെറിഞ്ഞ പോലെ ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടവൻ അടുത്തു കണ്ട മേശയുടെ വക്കിൽ മുറുകെ പിടിച്ചു. 1 മാസമായി ഞങ്ങളെ കാണാനെന്ന് പറഞ്ഞു വന്നിട്ട് അവൾ ഏങ്ങലോടെ തുടർന്നുകൊണ്ടിരുന്നു. കുട്ടനൊന്നും സ്പഷ്ടമാകുന്നുണ്ടായിരുന്നില്ല. വന്നത് മുതൽ എനിക്ക് പേടിയായിരുന്നു. എന്നെ മുറിഞ്ഞു വീഴുന്ന വാക്കുകൾക്കിടയിൽ അതിൻ്റെ അർത്ഥം തിരയുകയായിരുന്നു അവനപ്പോൾ. അമ്മയാണ് തലയ്ക്കടിച്ചത്. ഏങ്ങി കരഞ്ഞുകൊണ്ട് അവളത് പറഞ്ഞു തീരും മുമ്പ് റോഡിൽ ആംബുലൻസിൻ്റെ നീണ്ട സൈറൻ കേട്ടു. മുകളിലേക്ക് ആരൊക്കെയോ ദടുതിയിൽ കയറി വരുന്ന പാദപതനം കേട്ട് ഇരുവരും നിശബ്ദരായി. അവർ വന്ന് എല്ലാവരെയും ഒന്ന് നോക്കി. പിന്നീട് അകത്തേക്ക് ചെന്ന് കമിഴ്ന്നു കിടന്ന മനുഷ്യനെ പരിശോധിച്ചു. അത്യാവശ്യം വേണ്ട പ്രഥമ ശുശ്രൂഷകൾ നൽകി ആളെ ആംബുലൻസിലെത്തിച്ചു. കൂടെ കുട്ടനും ഇന്ദുവും കയറി. ആശുപത്രിയിലെത്തേണ്ട താമസം ജീവനക്കാർ സ്ട്രക്ചറുമായി വന്ന് അതിൽ എടുത്തു കിടത്തി നേരെ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ചിട്ട് പുറത്തു വന്ന കുട്ടനോട് പറഞ്ഞു. തലക്കേറ്റ മുറിവിൽ നിന്നും ധാരാളം രക്തം വാർന്നു പോയിരിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. ശരി ഡോക്ടർ. അവൻ തല കുലുക്കി. ഡോക്ടർ നീട്ടിപ്പിടിച്ച പേപ്പറിൽ അവൻ ഒപ്പിട്ട് കൊടുത്തു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഡോക്ടറുടെ റിപ്പോർട്ട് എത്തി. തലയ്ക്ക് പിന്നിൽ ഏതോ കനമുള്ള ദണ്ടുകൊണ്ട് ശക്തിയായി അടിയേറ്റിരിക്കുന്നു. അത് മിക്കവാറും ഒരു ഫ്ലവർ വേസ് ആകാനാണ് സാധ്യത. അത് കുറച്ച് ആഴത്തിൽ മുറിവ് സൃഷ്ടിച്ചിരിക്കുന്നു. മുറിവിനുള്ളിൽ നേർത്ത കളിമൺ തരികൾ കണ്ടെത്തിയിട്ടുണ്ട്. തൽക്കാലം രോഗി മരണവക്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പാർശ്വഫലങ്ങൾ വിശദമായ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ശേഷമേ പറയാൻ സാധിക്കൂ. അപ്പോഴേക്കും വിവരമറിഞ്ഞ് പോലീസ് എത്തിയിരുന്നു. ഡോക്ടർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 2 പേരെയും മാറ്റി നിർത്തി ചോദ്യം ചെയ്തു. അച്ഛൻ തറയിൽ തലയടിച്ച് വീണതാണെന്ന് ഇന്ദു പോലീസിനോട് പറഞ്ഞു. കുട്ടനെ പ്രത്യേകം ചോദ്യം ചെയ്തപ്പോൾ പൂർവ്വവൈരാഗ്യം വെച്ച് താനാണ് തലയ്ക്കടിച്ചതെന്ന് കുട്ടൻ ഏറ്റു പറഞ്ഞു. പരസ്പര വിരുദ്ധവും അടിസ്ഥാനരഹിതവുമായ മൊഴികൾ പോലീസുകാരികൾ സംശയം ജനിപ്പിച്ചു. കൂടുതൽ അന്വേഷണത്തിനായി അവർ സംഭവസ്ഥലത്തെത്തി. വിശദമായ പരിശോധനയിൽ അങ്ങിങ്ങും തെറിച്ച രക്തത്തുള്ളികളും പൊട്ടിയ ഫ്ലവർ വേസിൻ്റെ ചെറിയ തരികളും കണ്ടെത്തിയതിനെ തുടർന്ന് അവർ ഗ്രേസിയെയും പിന്നെ ചെറിയ കുട്ടിയെയും മാറ്റി നിർത്തി മൊഴിയെടുത്തു രേഖപ്പെടുത്തി. തനിക്കൊന്നും അറിയില്ലെന്ന് കുട്ടി നിഷ്കളങ്കതയോടെ പറഞ്ഞു. താൻ ഉറക്കമായിരുന്നെന്നും ഉണർന്നു വന്നപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നുവെന്നും അവൻ പറഞ്ഞു. അവരുടെ ഓരോ ചോദ്യത്തിനും നിഷേധാത്മകമായ മറുപടികളായിരുന്നു ഗ്രേസിയുടേത്. സാഹചര്യ തെളിവുകൾ വെച്ച് ഗ്രേസിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തു. ഒരു നിർണായക ഘട്ടത്തിൽ പോലീസ് കൈവയ്ക്കുമെന്ന് വന്നപ്പോൾ അവർ താനാണത് ചെയ്തതെന്ന് തുറന്ന് സമ്മതിച്ചു. ഗ്രേസിയെ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പിറ്റേന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി. കേസ് കോടതി വിചാരണയ്ക്കെടുത്തു. കുറ്റം ചെയ്ത് അവരാണെന്ന് അവർ കോടതിയോട് തുറന്നു പറഞ്ഞു. ഗ്രേസിയുടെ മൊഴി കോടതി ഇങ്ങനെ രേഖപ്പെടുത്തി. ഗ്രേസിയും കുമാറും പ്രേമിച്ചു വിവാഹം കഴിച്ചവരാണ്. ഏതാനും വർഷങ്ങളായി ഗ്രേസിയെയും കുട്ടികളെയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയോടൊപ്പം അന്യദേശത്ത് താമസിച്ചു വരികയായിരുന്നു കുമാർ. കഴിഞ്ഞ 1 മാസക്കാലമായി കുട്ടികളെ കാണാനെന്ന വ്യാജേന ഫ്ലാറ്റിലെത്തി ഭാര്യയോടും മക്കളോടും ഒപ്പം കഴിഞ്ഞു വരികയായിരുന്നു. എങ്കിലും ഭർത്താവ് എന്ന പരിഗണനയൊന്നും ഗ്രേസി നൽകിയിരുന്നില്ല. സംഭവ ദിവസം രാത്രി മദ്യപിച്ച് ലക്കുകെട്ട കുമാർ സ്വന്തം മകളായ ഇന്ദുവിൻ്റെ മുറിയിൽ വേദന മാറാനുള്ള ബാമുണ്ടോ എന്ന് ചോദിച്ച് കയറുകയും കുട്ടിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു.
ബഹളം കേട്ട് മകനോടൊപ്പം അടുത്ത മുറിയിൽ കിടന്നുറങ്ങിയിരുന്ന കുട്ടിയുടെ അമ്മ ഗ്രേസി ഓടിയെത്തുകയും ഈ കാഴ്ച കാണുകയും ഹാളിൽ വച്ചിരുന്ന കൂറ്റൻ ഫ്ലവർ വേഴ്സ് വെച്ച് ഭർത്താവിൻ്റെ തലയ്ക്ക് അടിക്കുകയുമായിരുന്നു. ഗ്രേസിയുടെ പേരിലുള്ള കുറ്റം വധശ്രമമാണെങ്കിലും കൃത്യം കരുതിക്കൂട്ടി ചെയ്തതല്ല എന്നതുകൊണ്ടും മകളെ രക്ഷിക്കുക എന്ന സതുദ്ദേശപരമായ ലക്ഷ്യം അതിനുള്ള പിന്നിലുള്ളതുകൊണ്ടും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിക്ടിം ആയ കുമാറിൻ്റെ തുടർന്നുള്ള ചികിത്സ കഴിയും വരെ പ്രതിയെ റിമാൻഡിൽ വയ്ക്കാൻ കോടതി ഉത്തരവിട്ടു. 1 മാസത്തെ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ കുമാറിന് ബോധം അല്പാൽപമായി തെളിഞ്ഞു. ഒരിക്കൽ കണ്ണു തുറന്നു നോക്കി അയാൾ കണ്ടത് തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ മകളെയും അവളുടെ സമീപം തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന പയ്യനെയുമാണ്. കുറ്റബോധം കൊണ്ട് അയാൾ വല്ലാതെ ചുരുങ്ങി. മുഖം വികൃച്ചു. ക്ഷമാപണം തുളുമ്പുന്ന ഒരു നോട്ടം മകളെ നോക്കി. നിമിഷ നേരത്തേക്ക് മാത്രം. വീണ്ടും ബോധം നഷ്ടപ്പെട്ടു. ഡോക്ടർ മുറിയിലേക്ക് കടന്നു വരുന്നത് കണ്ട് കുട്ടനും ഇന്ദുവും അല്പം മാറി നിന്നു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ബോധം ഇടയ്ക്കിടെ വന്നും പോയും ഇരിക്കുന്നുണ്ട്. മരുന്നിൻ്റെയാ, വേറെ പ്രശ്നമൊന്നുമില്ല, ശരിയാകും. ഇനി ആൾ മരിച്ചു പോകുമെന്ന ഭയമൊന്നും വേണ്ട. അദ്ദേഹം പുഞ്ചിരിച്ചു. മടങ്ങിപ്പോകുമ്പോൾ ഡോക്ടർ കൊടുത്ത ഉറപ്പിന്മേൽ അവർ ഒന്ന് തീരുമാനിച്ചു. ഇനി അടിക്കടി ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല, ആശുപത്രിക്കാർ നോക്കിക്കൊള്ളും. പിന്നീട് അയാളെ സന്ദർശിക്കാൻ ആരും അങ്ങോട്ട് പോയതുമില്ല. എങ്കിലും കുട്ടൻ പോയി ഡോക്ടറോട് വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു. 6 മാസത്തെ ചികിത്സയ്ക്കൊടുവിൽ കുമാറിന് എഴുന്നേറ്റിരിക്കാമെന്നും വല്ലതുമൊക്കെ സംസാരിക്കാമെന്നുമായി. എങ്കിലും മുറിവ് നന്നായി ഉണങ്ങിയിട്ടുണ്ട്, ഡിസ്ചാർജ് ചെയ്യാം. അതിന് കുറഞ്ഞത് 1 മാസമെങ്കിലും എടുക്കുമെന്ന് കുട്ടനോട് ഡോക്ടർ പറഞ്ഞു. ഗ്രേസിയെ വീണ്ടും വിധി പ്രസ്താവിക്കുന്നതിനായി കോടതിയിൽ ഹാജരാക്കി. ഗ്രേസിയുടെ പ്രവൃത്തി മുൻകൂട്ടിയുള്ള തീരുമാനമനുസരിച്ച് അല്ലാത്തതിനാലും കോടതിക്ക് അതിൽ ന്യായീകരണം കണ്ടെത്താൻ കഴിഞ്ഞതിനാലും അടികൊണ്ടയാളിന് പരാതിയില്ലെന്ന് ബോധിപ്പിച്ചതിനാലും ഗ്രേസിയെ നിരുപാധികം വിട്ടയച്ചുകൊണ്ട് കോടതി ഉത്തരവായി. ഗ്രേസിയെ സ്വീകരിക്കാൻ കോടതിക്ക് പുറത്ത് കുട്ടികൾ നിൽപ്പുണ്ടായിരുന്നു. തിരികെ വരുമ്പോൾ കുട്ടൻ പറഞ്ഞു, ആൻറ്റിയുടെ ശനിദശാകാലം കഴിഞ്ഞു കാണും. ജാതകത്തിൽ ജയിലിൽ കിടക്കണമെന്നും കൂടി ഉണ്ടോ ആവോ? ഉണ്ടാവും കുട്ട. കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്തിൽ തട്ടിപ്പോയി എന്ന് ആശ്വസിക്കാം. വീട്ടിലെത്തിയ ഗ്രേസി സന്തോഷവതിയായിരുന്നു. മുറിയാകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് കണ്ട് അവർ ചോദിച്ചു, ഇതെന്താ പിള്ളേരെ? ഈ ഏട്ടനാണമ്മേ, ഞങ്ങളോട് എന്നും ഗുസ്തിയാണ്. ഇന്ദു കുടുകുടെ ചിരിച്ചു. കുട്ടന് നേർക്ക് വിരൽ കൊണ്ടൊരു സ്വപ്ന കാട്ടി. അങ്ങനെ കഴിഞ്ഞ 6 മാസം കുട്ടൻ അവരുടെ ഏട്ടനായി ജീവിച്ചു. സ്വന്തം ഏട്ടൻ. ഇനി നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് നാട്ടിൽ പോയാലോ? കുട്ടൻ ചോദിച്ചു. ഞാൻ എപ്പോഴേ റെഡി, ഇന്ദു പറഞ്ഞു. ഞാനും. ഇന്ദ്രൻ. പിന്നെ ഞാനെന്തിനെവിടെ? ഗ്രേസിയും ചിരിച്ചു. അന്ന് കുട്ടൻ അമ്മയെ വിളിച്ചു. അമ്മേ, ഞാൻ വരുന്നു, അമ്മയ്ക്കുള്ള സമ്മാനങ്ങളുമായി. വീണ്ടും 1 മാസം കഴിഞ്ഞു. കുമാറിനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. പുറത്തിറങ്ങിയതും നേരെ ഗ്രേസിയെ അന്വേഷിച്ച് അയാൾ ഫ്ലാറ്റിലെത്തി. അവിടെ എത്തിയപ്പോൾ എല്ലാവരും യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പശ്ചാത്താപവിവശനായ കുമാർ ഗ്രേസിയോടും മക്കളോടും ചെയ്ത തെറ്റുകൾക്കെല്ലാം തൊഴുകൈയോടെ മാപ്പ് ചോദിച്ചു. കുട്ടൻ തൻ്റെ അച്ഛനെ നിർവികാരനായി നോക്കി നിൽക്കുകയായിരുന്നു, കാണുകയായിരുന്നു. പകയോ വെറുപ്പോ വിദ്വേഷമോ സ്നേഹമോ എന്താണ് തൻ്റെ ഉള്ളിലെ വികാരമെന്ന് വ്യവച്ഛേദിച്ചറിയാൻ അവന് പോലും കഴിഞ്ഞില്ല. ഇതിനകം എല്ലാം അയാൾ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. കുട്ടനെ അയാൾ കണ്ണു നിറയെ കാണുകയായിരുന്നു. മോനെ, അയാൾ വിളിച്ചു. ഇനി അത് വേണ്ട, അവൻ പറഞ്ഞു. ഞാൻ തന്തയില്ലാത്തവനാണ്, ഇനിയും അങ്ങനെ തന്നെ മതി. നിന്റെ അമ്മയോട്, അയാൾ തുടർന്ന് പറയാനൊരുങ്ങി. കുട്ടൻ കൈയെടുത്ത് വിലക്കി. അതും വേണ്ട പറഞ്ഞിട്ട് അവൻ പിന്തിരിഞ്ഞു നടന്നു, ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ. ഈ കഥ ഇവിടെ അവസാനിച്ചു.